ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നാഷണൽ ഫിലിം അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കോമഡിയാണ് അവസ്ഥ. നമ്മുടെ മികച്ച നടനായിട്ട് വെക്കുന്നത് നമ്മുടെ ഷാറുഖ് ഖാനാണ്. അതും ജവാൻ പടത്തിന്. നമുക്ക് കുറേ മലയാള സിനിമ നല്ല മികച്ച നടന്മാരുണ്ടായി, എങ്കിലും കൊടുത്തില്ല. നമ്മുടെ പൃഥ്വിരാജിനൊക്കെ കൊടുക്കായിരുന്നു. അതുപോലെ തന്നെ മികച്ച നടന് വേറെ നമ്മുടെ വിക്രാന്ത് മാസിക്കും. ഇത് അത്യാവശ്യം അർഹിക്കപ്പെട്ട ഒരു അവാർഡ് തന്നെയാണ്. അപ്പോൾ പുള്ളിക്ക് കിട്ടിയ അവാർഡ് എന്തായാലും മികച്ച തന്നെയാണ്. 12th ഫെയിൽ എന്ന സിനിമയ്ക്കാണ്, അത് ഒരു അർഹിച്ച അവാർഡ് തന്നെയാണ്. അടുത്തത് മികച്ച നടിക്കാണ്, റാണി മുഖർജിക്ക്. ഇതും അവർ പ്രതീക്ഷിച്ച ഒരു അവാർഡ് തന്നെയായിരുന്നു. പിന്നെ അടുത്ത അവാർഡ് എന്ന് പറയുന്നത് മികച്ച ചിത്രം 12th ഫെയിൽ, അതും എന്തായാലും നല്ലൊരു അവാർഡ് തന്നെയാണ്. പിന്നെ അടുത്താണ് ഇത്തിരി കോമഡി ആയിട്ടുള്ള മികച്ച സംവിധാനം സുദീപ് തോസൻ, അതും ദ റിയൽ കേരള സ്റ്റോറിക്ക്. അത് വളരെ മോശമായിപ്പോയി. അടുത്തത് പിന്നെ എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടാകും മികച്ച മലയാള ചിത്രം ഉള്ളവർക്ക്, സംവിധായകൻ ക്രിസ്റ്റോ ടോമി. അതുപോലെ തന്നെ മികച്ച സഹനടിക്കുള്ളത് നമ്മുടെ ഉർവശി തന്നെയാണ്. അതും നല്ല ഒരു അവാർഡ് തന്നെയാണ്. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ മികച്ച സഹനടൻ വിജയരാഘവൻ, അത് പൂക്കാലം സിനിമയ്ക്ക്. അതും അറിയിച്ചൊരു അവാർഡ് തന്നെയാണ്. മികച്ച തെലുങ്ക് ചിത്രം ഭഗത് കേസരി, അതും ഒക്കെ ഒരു കോമഡിയാണ്. പിന്നെ മികച്ച പ്രൊഡക്ഷൻ ഹൗസ് മോഹൻദാസ് 2018, അത് കുഴപ്പമില്ല. പിന്നെ മികച്ച തമിഴ് ചിത്രമായിട്ട് പറയുന്നത് നമ്മുടെ പാർക്കിംഗ് എന്ന സിനിമയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ കുറേ അവാർഡുണ്ട്, ഞാൻ ഏകദേശം കുറച്ചൊക്കെ എടുത്തതെന്നുള്ളൂ. അതിൽ പിന്നെ മികച്ച സംവിധായകൻ ജി വി പ്രകാശ് കുമാറാണ്. അവാർഡുകളൊക്കെ കൊടുത്തതിന് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. പിന്നെ ഇതുപോലത്തെ സിനിമ വാർത്തകളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാം. പിന്നെ ഇതുപോലെ കുറേ അവാർഡ്സ് ഉണ്ട്, ഞാൻ ഏകദേശം കുറച്ച് ഏറ്റവും അത്യാവശ്യമുള്ളതാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്.